നേപ്പാൾ ദുരന്തത്തിൽ മരണസംഖ്യ 359ആയി. 5 മണിവരെ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ കണക്കനുസരിച്ചാണ് മരണസംഖ്യ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 8 ജില്ലകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആദർശുണ്ട്. ആദർശ്, ഒരു മഹാദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നതിൽ ഭാരതീയർ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ടോന്നടക്കമുള്ള കണക്കുകൾ അല്പസമയം മുമ്പ് പുറത്തെത്തിച്ചിരുന്നു. രക്ഷപ്പെടുത്തിയവരെ കാഠ്മണ്ഡു വഴി ഭാരതത്തിലേക്ക് തിരിച്ചെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇതുവരെ വ്യക്തമായിട്ടുള്ള ഈ കണക്കുകൾ ആദർശ്. പ്രജിത്ത്, നേപ്പാൾ പോലീസ് 5 മണിവരെ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കണക്ക് അനുസരിച്ചാണ് മരണസംഖ്യ 359 ആയിരിക്കുന്നത്. 8 ജില്ലകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അത് ജില്ല തിരിച്ച് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 132 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത് ചിത്വാനിൽ നിന്നാണ്. ഇവിടെ ഈ മരിച്ചവരിൽ വിദേശികൾ ആരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. കാരണം നേരത്തെ ഭാരതത്തിലെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഭാരതീയർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നും ചിലരെ ഇതുവരെയും ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെ നേപ്പാൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴും ഇതിൽ നേപ്പാളികളല്ലാത്ത വിദേശികളായിട്ടുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്നുള്ളവർ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ നേപ്പാൾ പോലീസോ നേപ്പാൾ ടൂറിസം ബോർഡോ ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ജില്ലകളിൽ നിന്നും നേപ്പാൾ ടൂറിസം ബോർഡ് അവിടെ സന്ദർശിച്ച വിദേശികളുടെ ഉൾപ്പെടെയുള്ള കൃത്യമായ വിവരശേഖരണം നടത്തുന്നു എന്നാണ്. കാരണം ഈ മൃതദേഹങ്ങളിൽ വിദേശ രാജ്യത്ത് നിന്നുള്ളവരുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. എന്തായാലും ഈ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ മിന്നൽ പ്രളയത്തിലൂടെ ഉണ്ടായത്. ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാണെന്നും നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്നുള്ള സഹായമൊക്കെ നേപ്പാളിന് ലഭിക്കുന്നുണ്ട്. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും, നേപ്പാൾ ആവശ്യപ്പെടുന്ന എല്ലാ സഹായവും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ സ്ഥിതി വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുകയാണ്. നേപ്പാളിലും ചൈനയിലുമുള്ള എംബസികൾ ഒക്കെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി രംഗത്തുണ്ട്. നേപ്പാളിന് കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. നേപ്പാൾ അധികൃതർ ഭാരതീയ വിദേശകാര്യ മന്ത്രാലയവുമായും എംബസികളുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയാണ്. കാരണം ഭാരതത്തിൽ നിന്നടക്കമുള്ള വിദേശ ടൂറിസ്റ്റുകൾ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തുന്നതിനാണ് ഇപ്പോൾ നേപ്പാൾ പോലീസ്, ഒപ്പം തന്നെ നേപ്പാൾ ടൂറിസം ബോർഡും ശ്രമിക്കുന്നത്. പ്രജിത്ത്.